ഹലോ, സ്റ്റുഡിയോ ഓൺലൈനിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ്. ഓക്കെ, നമ്മളിന്ന് നമ്മുടെ ലൈറ്റ് റൂം ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതാണ് ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി നോക്കുന്നത് ലൈറ്റ് റൂം മോഡ്യൂൾസിനെ കുറിച്ചാണ്. അതായത് ലൈറ്റ് റൂമിൻ്റെ ഇൻ്റർഫേസും അതിൻ്റെ ബേസിക്സും മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലൈറ്റ് റൂം ആക്ച്വലി 7 മൊഡ്യൂൾസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ലൈറ്റ് റൂമിൻ്റെ ഇൻ്റർഫേസിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഈ 7 മൊഡ്യൂൾസും കാണാം. ലൈബ്രറി, ഡെവലപ്പ്, മാപ്പ്, ബുക്ക്, സ്ലൈഡ് ഷോ, പ്രിൻറ്റ്, പിന്നീട് വെബ് എന്നിങ്ങനെ 7 മൊഡ്യൂൾസാണുള്ളത്. ഓക്കെ, നമ്മളപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ലൈബ്രറി പിന്നീട് ഡെവലപ്പ് എന്ന് പറയുന്ന 2 മൊഡ്യൂൾസാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് പ്രിൻറ്റ് മൊഡ്യൂളാണ്. പിന്നീട് മാപ്പ്, വെബ് എന്ന് പറയുന്ന മൊഡ്യൂളുകൾ ഒറിജിനൽ ലൈറ്റ് റൂം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നവർ മാത്രം യൂസ് ചെയ്യുക. അല്ലാത്തവർ ലൈബ്രറി മൊഡ്യൂളും ഡെവലപ്പ് മൊഡ്യൂളും യൂസ് ചെയ്യുക. പിന്നീട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ബുക്ക് മൊഡ്യൂൾ, സ്ലൈഡ് ഷോ മൊഡ്യൂളാണ്. ബുക്ക് മൊഡ്യൂളിൽ നമുക്ക് ചെറിയ തോതിലുള്ള ആൽബംസ് ക്രിയേറ്റ് ചെയ്യാം. ബുക്ക് മൊഡ്യൂളിൽ ഇതുപോലെ ആൽബംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നീട് സ്ലൈഡ് ഷോ മൊഡ്യൂളാണ്. സിസ്റ്റം കുറച്ച് സ്ലോ ആണ്. സ്ലൈഡ് ഷോ മൊഡ്യൂളിൽ നമുക്ക് ഒരു സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, നമുക്ക് വീണ്ടും ലൈബ്രറിയിലേക്ക് തിരിച്ചു പോകാം. ലൈബ്രറി മൊഡ്യൂളിൽ നമുക്ക് 2 സൈഡിലായി ലൈബ്രറി മൊഡ്യൂളിൻ്റെ ടൂൾസ് അവൈലബിൾ ആണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നാവിഗേറ്റർ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ഓക്കെ, നാവിഗേറ്ററിൽ നമുക്ക് ഏത് ഫോട്ടോയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു സാമ്പിൾ ഇമേജ് കാണിക്കുന്നതായിരിക്കും. പിന്നീട് കാറ്റലോഗ് എന്ന് പറയുന്ന കാറ്റലോഗിന് മുമ്പ് നമുക്ക് നാവിഗേറ്റർ ഒന്നും കൂടെ നോക്കാം. നാവിഗേറ്റർ നമ്മളിൽ ഇങ്ങനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. അത് നമുക്ക് ഫിറ്റ് എന്നും പിന്നീട് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഫില്ലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിക്ചർ നമ്മുടെ അവൈലബിൾ സ്ക്രീൻ ഏരിയ ഫുള്ള് ഫില്ലായിട്ട് വരും. പിന്നീട് 1:1 എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. 1:1 എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്താൽ പിക്ചറിൻ്റെ 100% വലിപ്പത്തിൽ നമുക്ക് കാണാം. പിന്നീട് 3:1 കൊടുത്താൽ പിക്ചറിൻ്റെ 3 ഇരട്ടി വലിപ്പത്തിൽ പിക്ചർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, പിന്നീടുള്ളത് കാറ്റലോഗാണ്. കാറ്റലോഗിൽ ഓൾ ഫോട്ടോഗ്രാഫ്സ്, ക്വിക്ക് കളക്ഷൻ, പ്രീവിയസ് ഇമ്പോർട്ട് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നീട് ഫോൾഡേഴ്സാണ്. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഫോൾഡേഴ്സും ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, പിന്നീട് നമുക്ക് പബ്ലിഷിംഗ് സർവീസസ്. ഇത് ലൈറ്റ് റൂം ഒറിജിനൽ യൂസ് ചെയ്യുന്നവർ മാത്രം യൂസ് ചെയ്യുക. അതായത് നമുക്ക് ഹാർഡ് ഡ്രൈവിലോട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഡയറക്റ്റ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ബിഹാൻസ്, ഫേസ്ബുക്ക്, ഫ്ലിക്കർ എന്ന് പറയുന്ന വെബ്സൈറ്റുകളിൽ, അല്ലെങ്കിൽ കൂടുതൽ വെബ്സൈറ്റ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നീട് റൈറ്റ് സൈഡിൽ വന്നാൽ ഹിസ്റ്റോഗ്രാമാണ്. ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് ISO, ഈ ഒരു പർട്ടിക്കുലർ ഫോട്ടോയുടെ ISO, ഫോക്കൽ ലെങ്ത്, അപ്പർച്ചർ, ഷട്ടർ സ്പീഡ് മുതലായ കാര്യങ്ങൾ കാണാം. അതുപോലെ ഹിസ്റ്റോഗ്രാമിന് താഴെ ക്വിക്ക് ഡെവലപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ മൊഡ്യൂളുണ്ട്. ഈ ക്വിക്ക് ഡെവലപ്പിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ, അതായത് ചെറിയ തോതിലുള്ള എഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് ക്വിക്ക് ഡെവലപ്പ്. പിന്നീട് കീവേഡിംഗ് ആണ്. അതായത് നമ്മളൊരു റേസിംഗ് ഈവൻറ്റ് 2-3 കവർ ചെയ്തെങ്കിൽ ഓരോ റേസിംഗ് ഈവൻറ്റിലെ ഫോട്ടോകൾക്ക് നമ്മൾ റേസിംഗ് എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുത്താൽ പിന്നീട് നമ്മൾ ഈ കീവേഡ് ലിസ്റ്റിൽ വന്നാൽ അങ്ങനെ ഒരു റേസിംഗ് എന്ന് പറഞ്ഞൊരു ടാഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ #ടാഗ് കൊടുക്കുന്ന പോലെയാണ്. ആ ടാഗ് നമ്മളിവിടെ സെർച്ച് ചെയ്താൽ ഏതൊക്കെ പിക്ചറിന് ആ ടാഗ് കൊടുത്തിട്ടുണ്ടോ ആ പിക്ചറെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നീട് അടുത്തതായി മീറ്റ ഡാറ്റയാണ്. മീറ്റ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഇമേജിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതായത് ഏത് സമയത്താണ് ഫോട്ടോ എടുത്തത്, ക്യാപ്ചർ ഡേറ്റ് ഉണ്ട്, പിന്നീട് ഫോട്ടോയുടെ വലിപ്പം, സൈസ്, എക്സ്പോഷർ,
ഫോക്കൽ ലെങ്ത്, ISO, ഫ്ലാഷ് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഏത് മോഡൽ ക്യാമറയാണ്, ലെൻസാണ്, എല്ലാ കാര്യങ്ങളും മീറ്റാ ഡാറ്റയിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് റേറ്റിംഗ്സ് കൊടുക്കാം ഓരോ ഫോട്ടോയ്ക്ക്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ 4 അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ ഏറ്റവും കൊള്ളാത്ത ഫോട്ടോ 1, 2, അങ്ങനെ റേറ്റിംഗ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ലൈറ്റ് റൂമിലുണ്ട്. പിന്നീട് നമുക്ക് ഫോട്ടോ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ലൈബ്രറി മൊഡ്യൂൾ ഒരു പരിധി വരെ സിമ്പിളാണ്. നമുക്ക് ലൈബ്രറി മൊഡ്യൂളിൽ നിന്ന് ഡെവലപ്പ് മൊഡ്യൂളിലേക്ക് പോകാം. ഓക്കെ, ഡെവലപ്പ് മൊഡ്യൂളിലാണ് നമ്മൾ മെയിനായിട്ടുള്ള ചേഞ്ചസ് വരുത്തുന്നത്. അതായത് എഡിറ്റിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഡെവലപ്പ് മൊഡ്യൂളിലാണ്. ഡെവലപ്പ് മൊഡ്യൂളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചെന്നാൽ പ്രീസെറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. പ്രീസെറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകളിൽ കാണുന്ന പോലെയുള്ള 1 ക്ലിക്ക് എഡിറ്റിംഗ് ആണ്. അത് ഒറ്റ ക്ലിക്കിൽ കുറച്ച് പ്രീസെറ്റ്സ് ആണ്. ഒരു ക്ലിക്കിൽ നമുക്ക് ഈ പ്രീസെറ്റ്സ് ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ ഇപ്പം ഇത് ലൈറ്റ് റൂം നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്ന പ്രീസെറ്റ്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ പ്രീസെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് പ്രീസെറ്റ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നീട് സ്നാപ്ഷോട്ട്സ്, അത് കഴിഞ്ഞാൽ ഹിസ്റ്ററി, നമ്മൾ ഇതുപോലെ ഓരോ ഫോട്ടോയ്ക്ക് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ. അപ്പം ഞാൻ ഈ ഫോട്ടോയിൽ 3 പ്രീസെറ്റ്സ് അപ്ലൈ ചെയ്തു മാറി. അപ്പോൾ അതിൻ്റെ എല്ലാ മാറ്റങ്ങളും ഹിസ്റ്ററി എല്ലാം ഇവിടെ വരും. ഓക്കെ, അതുപോലെ ഞാൻ മുൻപ് ആദ്യത്തെ ഒരു ലൈറ്റ് റൂം ഫോട്ടോഷോപ്പ് കമ്പാരിസൺ വീഡിയോയിൽ പറഞ്ഞു ലൈറ്റ് റൂമിൽ നോൺ ഡിസ്ട്രക്റ്റീവ് എഡിറ്റിംഗ് ആണെന്ന്. നമ്മളിപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു പ്രീസെറ്റ് അപ്ലൈ ചെയ്താൽ ഈ പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് മാറ്റങ്ങൾ, അതായത് നമ്മുടെ എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, കളർ, അങ്ങനെ പല മാറ്റങ്ങളും ഈ ഒരു പ്രീസെറ്റിലൂടെ ഈ ഫോട്ടോയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ആദ്യം ഇരുന്നത് എങ്ങനെയാണോ ആ രീതിയിലാക്കണമെങ്കിൽ ജസ്റ്റ് റീസെറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ ആദ്യം എങ്ങനെയാണോ ഈ ഫോട്ടോ ഇരുന്നത്, നമ്മൾ എടുത്തപ്പോൾ എങ്ങനെയാണ് ഇരുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ ആക്കി തീർക്കാൻ സാധിക്കും. ഓക്കെ, പിന്നീട് കളക്ഷൻസ് ലൈബ്രറിയിൽ കാണിച്ചു, സെയിം അത് തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഡെവലപ്പ് മൊഡ്യൂളിൻ്റെ റൈറ്റ് സൈഡിൽ വരാം. ഹിസ്റ്റോഗ്രാം ഇവിടെയുമുണ്ട്. അതുപോലെ നമുക്ക് ക്രോപ്പ് ചെയ്യാനും സ്പോട്ട് റിമൂവൽ, റെഡ് ഐ കറക്ഷൻ, അങ്ങനെ കുറച്ച് ടൂൾസ് അവൈലബിൾ ആണ്. പിന്നീടുള്ളത് ഒരു ബേസിക് എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഫോട്ടോയുടെ ബേസിക് ആയിട്ടുള്ള, അതായത് ഗ്ലോബൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തുന്നത്. ഗ്ലോബൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഏതൊരു സ്ലൈഡർ മൂവ് ചെയ്താലും ഫോട്ടോയെ ഫുള്ളായി ബാധിക്കും. ആദ്യം ഒരു ഫോട്ടോയുടെ ഗ്ലോബൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ലോക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. ലോക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് ലോക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ടോണൽ കെയറുണ്ട്. ഇത് ഫോട്ടോഷോപ്പിലും എല്ലാം അവൈലബിൾ ആണ്. പിന്നീട് കളർ, HCL, കളർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെ നമുക്ക് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും ഒരു പ്രത്യേക ലുക്ക് ഉണ്ടാക്കാനുമുള്ള ടൂൾസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നീട് സ്പ്ലിറ്റ് ടോണിങ്, ഡീറ്റെയിൽ, അങ്ങനെ പല ടാബ്സ് നമുക്ക് ഈ ഡെവലപ്പ് മൊഡ്യൂളിൽ കാണാം. അപ്പോൾ ഈ ടാബ്സിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പുറകെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് പറഞ്ഞ പോലെ മാപ്പ്, ബുക്ക്, സ്ലൈഡ് ഷോ, പിന്നീട് പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. പ്രിൻ്റ് മൊഡ്യൂളിൽ ലൈറ്റ് റൂം തന്നെ കുറച്ച് ടെംപ്ലേറ്റ്സ് തന്നിട്ടുണ്ട്. ഈ ടെംപ്ലേറ്റ്സ് നമുക്ക് യൂസ് ചെയ്ത് ഫോട്ടോസ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, പ്രിൻ്റർ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ കസ്റ്റം പാക്കേജ് ഉണ്ട്, കസ്റ്റമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ 3 മൊഡ്യൂളാണ് നമ്മൾ ഇവിടെ കൂടുതലും സംസാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. ഇനി തുടർന്ന് നമ്മൾ ലൈറ്റ് റൂം വീഡിയോസ് ആയിരിക്കും അടുത്ത 2 ആഴ്ചത്തേക്കിന് ചെയ്യുന്നത്. അപ്പോൾ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പുതിയ വീഡിയോ വരുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സജസ്റ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.